സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള 113 ബസ്സുകളുടെ കാര്യത്തിൽ വലിയ വിവാദമാണ്. അപ്പോൾ വേണമെങ്കിൽ ബസ് തിരിച്ചു തരാമെന്ന് ഗതാഗത മന്ത്രി പറയുന്നു. വലിയ വിവാദം ഇപ്പോഴും തുടരുകയാണ്. എന്താണ് ആ ബസ്സുകളുടെ ഭാവി? ബസ് ആരും തിരിച്ചു ചോദിച്ചില്ല. ആ ബസ്സുകളുടെ പ്രശ്നം രാവിലെയും വൈകുന്നേരവും പീക്ക് ടൈമിൽ അത് നഗരത്തിൻ്റെ ഉൾ റോഡുകളിലൂടെ ഓടണം. കാരണം അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എഗ്രിമെൻറ്റിലുള്ള കാര്യമാണ്. അത് പാലിച്ചു കഴിഞ്ഞാൽ ഈ ദിവസ കൂലിക്ക് ജോലിക്ക് പോകുന്ന പാവങ്ങളുണ്ട്, അവർക്ക് ഓട്ടോ പിടിക്കാതെ മെയിൻ റോഡിലെത്താൻ വേണ്ടി ഈ ബസ്സുകൾ പ്രയോജനപ്പെടും. അത് ആ സമയത്ത് അവിടെ ഓടണം എന്നുള്ളൊരു ഡിമാൻഡ് മാത്രമാണ് ഞങ്ങൾ വച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പാകെ വരുമ്പോഴേക്കും അവരൊക്കെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോർപ്പറേഷൻ നിലപാടിൽ ഉറച്ചു നിൽക്കും. അത് നിലപാടെന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റിലുള്ള കാര്യം, അത് ആ എഗ്രിമെൻറ്റിലുള്ള കാര്യമാണ്. മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ, ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ അന്ന് പറഞ്ഞതുപോലെ എന്നേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു എം.എൽ.എയും മന്ത്രിയൊക്കെ ആയ ആൾക്കാരില്ലേ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് മേയറായിരുന്ന വി ശിവൻകുട്ടി തന്നെയാണ് ഇത് അപക്വമായ നിലപാടെന്ന് പറഞ്ഞത്. ഞാൻ അതിലൊരു കമൻറ്റും പറയുന്നില്ല. ഞാൻ മേയറായിരിക്കുന്ന കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് പരമാവധി നിയമപ്രകാരമുള്ള ഇവിടെ ഈ കോർപ്പറേഷൻ്റെ ഷെൽഫിൽ സൂക്ഷിച്ചിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ കിട്ടണമെന്ന് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. അതിനുവേണ്ടി നിലപാട് സ്വീകരിക്കും. ആ നിലപാടൊരു യുദ്ധപ്രഖ്യാപനമോ അതൊരു വെല്ലുവിളിയൊന്നുമല്ല, അങ്ങനെ എടുക്കാനും പാടില്ല. ഇനി മറ്റുള്ള റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇവിടേക്ക് വരണം, അവിടെ കൂടുതൽ ബസ്സുകളുടെ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങണം.